എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഹൃദയം തുറന്ന് നമുക്ക് കർത്താവിനെ വിളിക്കാം. ആദ്യമായി സ്വർഗത്തിലായിരിക്കുമെന്ന് പറഞ്ഞ നല്ല കളനെ മോൾ പ്രാർത്ഥിക്കാം. പിതാവേ, നിന്റെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ എന്ന് ആ ഒരു ബോധ്യത്തോടെ നമ്മുടെയും കുടുംബത്തിൻ്റെയും ലോകം മുഴുവൻ്റെയും മേൽ ദൈവത്തിൻ്റെ കരുണയും കൃപയും രക്ഷിക്കാൻ ആഗ്രഹിച്ച് ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് നമുക്ക് ഈ വലിയ പ്രാർത്ഥിക്കാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നീരാം ഒരുമയോടെ ബലിയർപ്പിക്കാം. സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഹമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഘോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ,
അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്നവരെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ അവർ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടുകൂടെ അവർ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങേ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മമ രാജാവേ പാടും നിൻ പുകഴെന്നും ഞാൻ സഹനേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. നന്മകൾ തൻ ഓർമ്മകളിവരുഘോഷിക്കും താവക നീതി പ്രകീർത്തിക്കും ഉച്ചസ്വരത്തിൽ സാമോദം. നാഥൻ കരുണാവാരിധിയാം ദയതൻ വിളനിലമവനെന്നും ശാന്തി നിറഞ്ഞു വസിക്കുന്നു. നിപതിക്കുന്നവരഖിലരെയും നാഥൻ താങ്ങി നിർത്തുന്നു. നിപതിച്ചവരെ കനിവോടെ നാഥൻ താങ്ങി ഉയർത്തുന്നു. കണ്ണുകളെല്ലാം കർത്താവേ നിന്നെ തന്നെ തേടുന്നു. ഉള്ളു തുറന്നു വിളിക്കുമ്പോൾ നാഥനടുത്തുണ്ടതു കേൾക്കാൻ തന്നെ ഭയത്തോടെ സേവിക്കും. പരരുടെ ഇഷ്ടമവൻ ചെയ്യും. അവരുടെ യാചന കേൾക്കുമവൻ രക്ഷയവർക്കവനേകിടും. ജനരാശികളുടെ മധ്യേ ഞാൻ നിൻ സ്തുതിഗീതം പാടിയിടും. വളരെ ജനത്തിൻ മുൻപിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിയിടും. അതുപോലാത്മജനും റൂഹായിക്കും സ്തുതിയെന്നേക്കും ആദിമുതൽ എന്നതുപോലെ. ആമേൻ ആമേൻ അനവരതം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന് ഞാൻ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തുനിന്ന് പ്രത്യക്ഷനായ ഞങ്ങളുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ.
സകല സൗഭാഗ്യങ്ങളും നന്മകൾ നിറഞ്ഞു മുടിയോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാവരുടെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. സർവാധിപനാം കർത്താവേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദീർഘനും ബലവാനുവർദ്ധനുമായ കർത്താവേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പ്രകീർത്തനത്തില് കർത്താവിൻ തിരുകാരുണ്യം നിർമ്മലമാകും അനുസ്മരണം എന്ന് പാടി പ്രാർത്ഥിക്കാം. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ കാരുണ്യത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നേ വേദികയിൽ. വാനിലും മൊഴിയിലും ഘോഷിക്കുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ കാരുണ്യത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. പകലുകളോട്
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികമായ കൽപ്പനയുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് പോയിരിക്കുന്നു സ്നേഹവും സർവരക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മിശിഹായെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധരോടൊപ്പം പ്രകാശത്തിൽ പങ്കുചേരുന്നതിനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിനെ അർത്ഥിക്കും. അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടെ നമ്മെ വിമോചിപ്പിച്ചു. അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ കൊണ്ടുവരികയും ചെയ്തു. അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാവമോചനവും. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും ആദ്യജാതമാണ്. കാരണം അവന്റെ സ്വർഗത്തിനും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെയും അവൻ വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ. അവനിൽ സമസ്ത വസ്തുക്കൾ ചെയ്യുന്നു. അവൻ സഭയാകുന്ന ശരീരത്തിന്റെ ശിരസ്സാണ്. അവൻ എല്ലാറ്റിന്റെയും ആരംഭവും മനുഷ്യരിൽ നിന്ന് ആദ്യജാതമാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവൻ പ്രഥമസ്ഥാനീയനായി. എന്തെന്നാൽ അവനിൽ സർവ്വപൂർണ്ണതയും നിവസിക്കാൻ ദൈവം സംഗീതനായി. എല്ലാ വസ്തുക്കളെയും സ്വർഗത്തിലോ ഭൂമിയിലോ ഉള്ളതാകട്ടെ, അവനിലൂടെ അവിടുന്ന് തന്നോട് അന്വേഷിക്കുകയും അവൻ കുരിശിന്റെ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവായ ഈശോയുടെ പരിശുദ്ധ സുവിശേഷം. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ ഈശോ വന്ന് അവരുടെ മധ്യത്തിൽ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട്
ഈശോ തന്റെ കൈകളും വിലാപവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. ഈശോ വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് ഈശോ അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമ ഈശോ വന്നപ്പോൾ അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റ് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ തോമ പറഞ്ഞു, അവന്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എന്റെ വിരലിടുകയും അവന്റെ വിലാവിൽ എന്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവന്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമായും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. ഈശോ വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഈശോ തോമായോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എന്റെ കൈകൾ കാണുക. നിന്റെ കൈ നീട്ടി എന്റെ വിലാവിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമ പറഞ്ഞു, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. ഈശോ അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈശോയിൽ എന്റെ സ്നേഹമുള്ള മാതാപിതാക്കളെ, യുവതിവാക്കന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, സാർവത്രിക സഭയില് ഇന്ന് ദൈവത്തിന്റെ കരുണയുടെ തിരുനാള് ആഘോഷിക്കുകയാണ്. നമ്മൾ സാർവത്രിക സഭയിലും വിശ്വസിക്കുന്നവരാണല്ലോ തീർച്ചയായിട്ടും. ദൈവത്തിന്റെ അനന്തമായ കാരുണ്യം ഹൃദയം പിളർന്ന് അവസാനത്തുള്ള രക്തവും ജലവും ഒഴുക്കിക്കൊണ്ടാണ് അവിടുത്തെ കാരുണ്യം പ്രകടമാക്കിയത്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഈശോയെ, അങ്ങയുടെ തിരുവിലാവിലെ തിരുമുറിവിൽ എന്നെ സംരക്ഷിക്കണമേ എന്ന്. ഈശോയെ, അങ്ങയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെയും മേല് കരുണയായിരിക്കണമേ എന്ന്. ഈ ഒരു ചിന്ത ഹൃദയത്തിൽ നമ്മൾ എഴുതി എന്നും സൂക്ഷിക്കേണ്ടതാണ്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തിന് ഞാൻ സാക്ഷ്യം നൽകുന്നു എന്ന്. ഭാരതത്തിന്റെ അപ്പസ്തോലനായ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹ ഉദ്ധിതനായ ഈശോ മറ്റ് ശിഷ്യന്മാർക്ക് പ്രതിഷ്ഠിച്ചപ്പോൾ അവിടെ ഇല്ലായിരുന്നു. ബൈബിൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അവരെല്ലാവരും യഹൂദരെ പേടിച്ച് മുറിക്കകത്ത് കയറി കതകു അടച്ചങ്ങനെ ഇരിക്കുക. തോമാസ് ശ്ലീഹ ധീരമായിട്ട് പുറത്തൂടെയൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിനെ കുറിച്ച് ഏതെങ്കിലും പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ വരുമ്പോൾ വിശ്വാസത്തിന്റെ പ്രഘോഷത്തിൽ നിന്ന് ഒളിച്ചോടുന്നവരാകാതെ, മറിഞ്ഞിരിക്കുന്നവരാകാതെ
ഞാൻ നിങ്ങളോട് പറഞ്ഞവ നിങ്ങൾ പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കുമെന്ന് പറഞ്ഞ ആ യേശുവിന്റെ ദൗത്യം ഏറ്റെടുത്ത് മുന്നേറാനായിട്ട് നമുക്ക് സാധിക്കണം. ഈശോ ശിഷ്യന്മാർക്ക് പ്രതിഷ്ഠപ്പെട്ടപ്പോൾ ആദ്യമായിട്ട് പറഞ്ഞത് അവർ അസ്വസ്ഥരായിട്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെയാണ്. ഒരു സമാധാനവും ഇല്ല, ഒരു സ്വസ്ഥതയും ഇല്ല. ഉദ്ധിതനായ യേശു കടന്നു വന്നിട്ട് ആദ്യം പറയുന്നത് നിങ്ങൾക്ക് സമാധാനമെന്നാണ് പറഞ്ഞത്. നമ്മൾ കുർബാനയിലാണെങ്കിലും സമാധാനം നിങ്ങളുടെ കൂടെ എന്ന് പറയുന്നുണ്ടല്ലോ. ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് കർത്താവേ അങ്ങയുടെ സമാധാനം എന്നിൽ വന്ന് വസിക്കട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് ക്രൂശിതനെ അനുസ്മരിച്ചുകൊണ്ട് കുരിശടയാളം വരച്ചെങ്കിലും പ്രാർത്ഥിക്കാനാവുന്നുണ്ടോ? എന്നിട്ട് ഈശോ അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി പേടിച്ചിരിക്കുന്നവരല്ലേ. അതുകൊണ്ട് ഉദിതനായ ഈശോ പ്രത്യക്ഷപ്പെടുമ്പോൾ ഇത് ജീവിക്കുന്ന കർത്താവാണോ അതോ പ്രേതമാണോ ഭൂതമാണോ എന്നൊന്നും ഒരു പിടിയില്ല. അതുകൊണ്ട് ഈശോ പറയുകയാണ്. എന്താണ് കാണിച്ചത്? ഈശോ കൃത്യമായിട്ടൂടെ പറയുകയാണ്. ഈശോ തന്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഭയപ്പെടുകയൊന്നും വേണ്ട. നമ്മൾ ഹൃദയത്തിൽ അങ്ങനെ ഓർത്താൽ മതി. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിനെന്നാണ് പറയുന്നത്. എന്നിട്ടോ എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുക. എങ്ങോട്ടാണ് അയച്ചിരിക്കുന്നത്? നിങ്ങൾ ലോകമെങ്ങ് പോയി എല്ലാ ജനതകളെയും സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് തിരഞ്ഞെടുത്ത് അയച്ചു. ആ ഒരു പ്രത്യേകമായ സാഹചര്യത്തില് ഭാരതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഭാഗ്യം ലഭിച്ച മാർത്തോമാ ശ്ലീഹായുടെ പുണ്യദിനത്തില് നമ്മൾ പ്രത്യേകം അനുസ്മരിക്കുമ്പോൾ ഈ പുതിയ ദിവസം മറ്റ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമാശ്ലീഹ അവിടെ ഇല്ലായിരുന്നു. തോമാശ്ലീഹയോട് മറ്റൊരു പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. അപ്പോൾ തോമാശ്ലീഹ എന്താ മറുപടി പറഞ്ഞത്? അവന്റെ കൈകളുടെ ആണിപ്പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എന്റെ വിരൽ ഇടുകയും അവന്റെ പാർശ്വത്തിൽ എന്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. നമുക്ക് തോന്നുന്നത് അതിശയമാണല്ലേ. 8 ദിവസം കഴിഞ്ഞപ്പോൾ കർത്താവ് വീണ്ടും പ്രത്യക്ഷപ്പെടുക. നമ്മൾ ഈ വചനത്തെ പ്രത്യേകം ഓർക്കണം. നിന്റെ മനസ്സിൽ നീ എന്തെല്ലാം വിചാരിക്കുന്നുണ്ടോ, നീ അതെന്തെല്ലാം മറ്റുള്ളവരോട് പറയുന്നുണ്ടോ, ഇതെല്ലാം കണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്. എല്ലാം അറിയുന്ന, എല്ലാം മനസ്സിലാക്കുന്ന ദൈവം. കർത്താവ് 8 ദിവസത്തിന് ശേഷം പ്രത്യക്ഷപ്പെട്ടപ്പോൾ മറ്റു ശിഷ്യന്മാരെല്ലാം കൂടെ പറഞ്ഞില്ല, കർത്താവെ ഈ തോമാശ്ലീഹയ്ക്ക് വിശ്വാസമില്ലായിരുന്നു, അവൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ. നമ്മളാണെങ്കിൽ എത്ര പേര് കുറ്റപ്പെടുത്തിയേനെ. അത് നമ്മുടെ ജീവിതത്തെ കുറിച്ച് പരിശോധിച്ച് നോക്കണം. ആ സാഹചര്യത്തിൽ എല്ലാം കാണുകയും അറിയുകയും ചെയ്തു തോമാശ്ലീഹ. അതോടൊപ്പം തന്നെ കരുണാസമ്പന്നനായ ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് ആ വിശ്വാസത്തോടുകൂടി ഇറങ്ങി സഞ്ചരിക്കുന്ന തോമാശ്ലീഹ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമാശ്ലീഹയോട് പറഞ്ഞതെന്താ? മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞു പോയില്ലേ, അതുകൊണ്ട് കർത്താവ് തന്നെ അതേക്കുറിച്ച് ബോധ്യപ്പെടുത്തുക. തോമ, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എന്റെ കൈ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വയ്ക്കുക. ചിലപ്പോൾ നമ്മൾ പറയുകയല്ലേ, ബൈബിളാണേ സത്യം, എന്റെ തലയാണേ സത്യം, എന്റെ ഹൃദയമാണേ സത്യം. ഹൃദയത്തിൽ നിന്നാണ് ജീവരക്തം പമ്പ് ചെയ്യപ്പെടുന്നത്. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഓരോ ക്രൈസ്തവ മക്കളും ജീവിക്കുന്ന ദിവ്യ സക്രാരിയായിട്ട് മാറണം. അപ്പോഴാണ് ആ ശക്തി നമ്മളിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, ലോകം മുഴുവനിലേക്കും വ്യാപരിക്കാനിടയായി തീരുക. കൊച്ചു പിള്ളേര് പറയുന്നുണ്ട്, തോമാശ്ലീഹ ചെന്ന് ഇത് കർത്താവ് തന്നെയാണോ ഒന്ന് തൊട്ട് നോക്കിയേക്കാം. ഹൃദയം തുറന്ന് മനസ്സ് തുറന്നുള്ള വിശ്വാസ പ്രഖ്യാപനമാണ് അവിടെ നടത്തിയത്. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശോ ദൈവപുത്രനാണ്, ഒപ്പം മനുഷ്യപുത്രനുമാണെന്ന് തോമാശ്ലീഹ പരസ്യമായിട്ട്
പ്രഖ്യാപിച്ച ധന്യമായ നിമിഷമായിരുന്നത്. അപ്പസ്തോല പ്രവർത്തനത്തിൽ 4-ാം അധ്യായം 32 മുതൽ 37 വരെയുള്ള വചനങ്ങളില് ആദിമസഭയുടെ ആ കൂട്ടായ്മയുടെ അനുഭവം പറയുന്നുണ്ട്. അവരൊരു ആത്മാവും ഹൃദയത്തോടുകൂടിയാണ് ജീവിച്ചിരുന്നത്. അവരുടെ ഇടയിൽ ഭിന്നതകൾ ഉണ്ടായിരുന്നില്ല. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരെ സഹായിച്ചിരുന്നു എന്നാണ്. യേശുവിനെ കണ്ട് അനുഭവിച്ചറിഞ്ഞ് നമുക്ക് എന്റെ കുടുംബത്തിൽ ജീവിത പങ്കാളിയുടെ, മക്കളുടെ, മാതാപിതാക്കളുടെ, അയൽവാസികളുടെ നിന്റെ ഹൃദയം എത്ര വിശാലമാക്കാൻ പറ്റുമോ അതനുസരിച്ച് ലോകമെമ്പാടുള്ള സകല ജനപദങ്ങളെയും കൺമുമ്പിൽ കൊണ്ടുകൊണ്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും നിനക്ക് സാധിക്കുന്നുണ്ടോ? എങ്കിൽ നീ ദൈവത്തിന്റെ പുത്രനാണ്, ദൈവത്തിന്റെ പുത്രിയാണ് എന്ന് പറഞ്ഞ ഈശോയുടെ സ്ഥാനപതികളായിട്ട് തന്നെ ഉയർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ ഒരു തിരിച്ചറിവോടെ നമുക്ക് ജീവിതത്തെ പൂർണ്ണമായും കരുണാസമ്പന്നനായ ദൈവത്തിന്റെ സന്നിധിയിൽ വിട്ടുകൊടുക്കാം. സകലത്തെയും അനുരഞ്ജിപ്പിക്കുന്ന കർത്താവ്. കൊളോസ്യർക്ക് ലേഖനം 1-ാം അധ്യായം 12 മുതൽ 20 വരെയുള്ള വചനങ്ങൾ അതാണല്ലോ പറഞ്ഞത്. സകലരെയും ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് അതെങ്ങനെയാണ്? ഈശോ കുരിശിൽ ചിന്തിയ തിരുരക്തത്താലാണ് സകലരെയും ഒരുമിപ്പിച്ചത്. പിന്നെ അവിടെ യഹൂദനെന്നോ വിജാതീയനെന്നോ ഇന്ത്യക്കാരെന്നോ അമേരിക്കക്കാരനെന്നോ ഏത് രാജ്യക്കാരാണെന്നോ ഏത് ഭാഷക്കാരാണെന്നോ യാതൊരു ചിന്തയുമില്ല. അതുകൊണ്ടാണ് കരുണയുടെ വർഷം പ്രഖ്യാപിച്ചപ്പോൾ എന്റെ മേല്, എന്റെ കുടുംബത്തിന്റെ മേല്, ലോകം മുഴുവന്റെ മേല് കരുണയായിരിക്കണമേ എന്ന് മാർപ്പാപ്പ പ്രഖ്യാപിച്ചത്. അതിന്റെ ഒരു ഭാഗമായിട്ടല്ലേ മക്കളെ നമ്മുടെ എല്ലാ കുടുംബങ്ങളില് കരുണയുടെ രൂപങ്ങൾ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടില്ലേ? നമ്മളിൽ എത്ര പേര് കർത്താവേ കരുണയായിരിക്കണേ എന്ന് ഒരു പ്രാവശ്യമെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ? ചിന്തിച്ചു നോക്കണം. പള്ളി പോകാൻ സമയമില്ല, കുമ്പസാരിക്കാൻ സമയമില്ല. ഞായറാഴ്ചയിലാണെങ്കിൽ പോലും കുർബാനയില് എന്നാ പ്രസംഗം കഴിയുമ്പോഴത്തേക്ക് ചെന്നാക്കാം. അതിനുപോലും എനിക്ക് സമയം കണ്ടെത്താൻ പറ്റുന്നില്ലേ? ആണ്ടിൽ ഒരിക്കൽ പോലും കുമ്പസാരിക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയാണോ? അവസാനം പ്രിയപ്പെട്ട കുടുംബാംഗങ്ങള് മരണാസന്നനായി ശ്വാസം പോലും കിട്ടാതിരിക്കുന്ന സമയത്ത് കർത്താവിന്റെ സ്ഥാനപതിയായ പുരോഹിതന്റെ അടുത്ത് എന്ന് പറയും, കരുണ ഭക്ഷിക്കണം, ഒന്ന് വരണം, ഒന്ന് പ്രാർത്ഥിക്കണം. ഇങ്ങോട്ട് ഒരു ആമയം പറയാനും ഒന്നും പറ്റിയല്ലാത്ത അവസ്ഥയിലാണെങ്കിലും ദൈവമേ കരുണയായിരിക്കണേ എന്ന് മാർപ്പാപ്പായുടെ നിയോഗാർത്ഥത്തില് സ്വർഗസ്ഥായ നന്മയും ധൃതസ്തുതിയും ചൊല്ലി പാപത്തിന്റെ കടങ്ങൾ മോചിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചാലും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതേക്കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കണം. ഓരോ വ്യക്തികളും എന്റെ ആത്മാവിന്റെ സ്ഥിതി എവിടെയാണ്, എന്റെ സഹോദരങ്ങളുടെ അനുഭവം എവിടെയാണ്, എന്റെ സഹജീവികളുടെ അനുഭവം എവിടെയാണ്? ഹൃദയം തുറക്കാം, മനസ്സ് തുറക്കാം, ഉള്ളു തുറന്ന് കരഞ്ഞു പിടിച്ച് പ്രാർത്ഥിക്കാം. ദാവീദിന്റെ പുത്രനായ ഈശോയെ, ഭാവിയായി എന്റെ മേലെ കരുണയായിരിക്കണമേ. ആ നല്ല കള്ളൻ പ്രാർത്ഥിച്ചതുപോലെ നിന്റെ രാജ്യത്തിൽ വരുമ്പോ ഈ ഭാവിയായി എന്നെ കൂടെ ഓർക്കണമേ എന്ന് ആത്മാർത്ഥമായി ഈ കരുണയുടെ തിരുനാൾ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാനായാൽ അത് ധന്യമാണ്. നമുക്കറിയാം, ദുഃഖവെള്ളിയാഴ്ച മുതൽ തുടർന്നുള്ള ദിവസങ്ങളിൽ 9 ദിവസങ്ങൾ, ഇന്ന് വരെയുള്ള ദിവസങ്ങളിൽ കരുണയുടെ നൊവേനയുടെ ദിവസങ്ങളായിരുന്നു. ഈ 9 ദിവസമെങ്കിലും കരുണ കൊണ്ട് ചെല്ലാനെങ്കിലും നമുക്ക് പറ്റിയോ? ഒന്നും പറ്റിയില്ലെങ്കിൽ ദൈവമേ ഈ പാപിയ എന്റെ മേൽ കരുണയായിരിക്കണമെന്നെങ്കിലും ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. അവിടുത്തെ കരുണയും കൃപയും സകല ജനപദങ്ങളുടെ മേലെ വർഷിക്കപ്പെടട്ടെ. അതിന് ദൈവത്തിന്റെ കാരുണ്യത്തിന് മുമ്പിൽ പരിശുദ്ധ അമ്മയോടും സകല വിശുദ്ധരോടും മാലാഖമാരോടും സകല വിശ്വാസ സമൂഹത്തോടും ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സവത്തോടും കർത്താവിന്റെ പ്രാർത്ഥന അപേക്ഷിക്കാം. വഴി സ്ഥിതിവാൻസിനായി ഞങ്ങളെ അന്ധകാരത്തിന്റെ പ്രകാശത്തിലേക്ക്, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, മാനത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്ക് മാനണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ദൈവബലിയിൽ സജീവമായി പങ്കെടുക്കുവാനും ഞങ്ങളുടെ ജീവന്റെ ഉയർപ്പിന്റെ കാരണമായ തിരുശുദ്ധങ്ങൾ യോഗ്യതയോടെ സ്വീകരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേൽ കേൾക്കണമേ. പുനരുത്ഥാനത്തിന്റെ ബോധത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്ന പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ പരിശുദ്ധാവായ ഫ്രാൻസിസ് പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ തലപിതാവായ ജോർജ് പുത്രത്തെ, ഞങ്ങളുടെ ദുരിതാധിഷ്ഠനായ മാർത്തോസ് പുത്രത്തെ, ഞങ്ങളുടെ മേലധിഷ്ഠിതാവായ മാർത്തോസ് പുത്രനെ, മറ്റെല്ലാ മിത്രന്മാരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ദൈവമായ കർത്താവേ, കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദിവ്യദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും കാരുണ്യവും അനുഗ്രഹവും അങ്ങ് തെരഞ്ഞെടുത്ത ഈ ജനത്തിന്റെയും ലോകം മുഴുവന്റെയും കടങ്ങളവർദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായ പീഡനം വെച്ച് പീഡിതമായ പരിശുദ്ധ കത്തോലിക്കാ സഭ അങ്ങയുടേതാകുന്നു. ദൈവസഭാധിപമായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കൈപ്പൊഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷങ്ങളാകുവാൻ നിസ്സാരം ബലരുമായി ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരത്തായി യോഗ്യരാക്കി. കർത്താവേ, അങ്ങയുടെ കൃപാവനം ഞങ്ങളിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വാർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തെരഞ്ഞെടുത്ത ഈ ജനത്തിന്റെ മേൽ ഉണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ ദ്വൈതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ോരാത്മജനും ദിവ്യരൂഹായും സ്തുതിയെന്നും ദൈവാംബികയെയും മാര്യവും സേപ്പിനെയും സാദരമോർത്തിടാം. പാവനമീ ബലിയിൽ
എളിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്താനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാൻ നിത്യം വാഴ്ത്തിടാം. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ച തോമാസ് ലീഹായോട് ചേർന്ന് നമുക്കും ഹൃദയം തുറന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദിയാദിയും യുവക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവം പിതാവിനോട് ഏക സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്ത്യോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും വാഴ്ത്തരയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവിതാവുമായ ഏക പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്രേയവും സർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനേകമാമോദീസായി ശരീരത്തിന്റെ ഉയർവും വിദ്യായുസ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ പുരോഹിതന്മാർ, ശുശ്രൂഷകരുടെ, ബ്രഹ്മചാരികളുടെ, കന്യകളുടെ, നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെ ഓർമ്മയാചരിച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹത്തിൽ വിശ്വാസികളുമായ എല്ലാ ഭരണാതാക്കളെയും സത്യവിശ്വാസത്തോടെ മനസ്സ് ഈ ലോകത്തുമാർക്കുവാൻ ശ്രമിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷിക്കും സ്വർഗ്ഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാവട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ ഭക്ഷിച്ച സമർത്ഥമാനികളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരത്തിലാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരത്തായി യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, വിശ്വാസത്തിൽ നിന്ന് പരസ്പരം
നമുക്കെല്ലാവർക്കും മനതാത്മസിയുടെ കൂടെ കർത്താവ് എന്ന് പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആത്മബോധമെന്ന് വിടാഷ്ടിക്കുന്നവയെ സൂക്ഷിപ്പേക്ഷിക്കും. ഭയഭക്തന്മാരെ ഉദാസ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാസങ്ങളെ സമാധാന സമർദ്ദം അതിനുവേണ്ടി പ്രാർത്ഥന നൽകുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരണ സുഖത്തിലേക്ക് ഉയർത്തി വിശുദ്ധരായ ഭക്തിയോടും കൂടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനത്തോടു കൂടെ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖിലചരാചരകർത്താവാം ദൈവത്തിനു ബലി അർപ്പിപ്പൂ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിൽ നിന്ന് വിമുക്തമാകണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിൽ മറ്റെല്ലാവരിലും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ. വിശുദ്ധ സജീവമായ തിരുക്കർമ്മം പ്രത്യാശപൂർവ്വം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറെ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ആദരങ്ങളും സ്തുതിയും എല്ലാ നാവുകൾ നിർദ്ദയും എല്ലാ സൃഷ്ടി പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകദേവനുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടൊലവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസിലെ ആയിരങ്ങളും മാലാഹമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമേൽ വരൂരിയുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരൂപികളുമായ ക്രോബന്മാരുടെ ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. സ്വരത്തിലാവും തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ പരിശുദ്ധൻ മണ്ണുമെന്നും നിറയുന്നു. ഉന്നതനവനുടെ മഹിമകളാൽ ഉന്നത സുതനോശാന കർത്താവെ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ
ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സദൃപ്രതിച്ഛായയുമായി വദനമാം ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയുള്ള സമാധാനത്തിന്റെ കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിമുള്ള അമർത്യമായ ആത്മാവോട് മധ്യമായ ശരീരത്തിനും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധികാരം ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായി രഹസ്യം തിരുസന്നതിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് കരുണാസമ്പന്നനായ കർത്താവിന്റെ ഹൃദയം പിളർന്ന് ചിന്തിയ അവസാനത്തിലെ രക്തത്തോടും ജലത്തോടുമൊപ്പം പാപിയായ എന്നെയും എൻ്റെ കുടുംബത്തെയും ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ മനസ്സിലാഗ്രഹം തോന്നുന്നു. മക്കളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ ഞങ്ങളുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവെന്ന് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ബലഹീനരുമായി ദാസം നിന്റെ ദർശനങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിലവിൽ ഞങ്ങളെ പങ്കാളിയാക്കി വിശ്വാസം സ്വീകരിക്കുകയും അധപതിച്ചുപോയി ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായി ഞങ്ങളെ ജയിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാധ്യ സ്വർണാധികാരിയുമായ റോമായിലെ ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടിയും സഭയുടെ തലവനും പിതാവുമായ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും അതിരുപിതാധ്യക്ഷൻ ജോസഫ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷൻ പിതാവുമായ മാർ ജോസഫ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും ലോകമ്പാടുള്ള എല്ലാ വൈദികർ, സമർപ്പിതർ, ആത്മായ പ്രേക്ഷിതർ, മിഷണറിമാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, ഡോക്ടർമാർ, നഴ്സുമാർ, സാമൂഹ്യ പ്രവർത്തകർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷിയുടെയും മുദ്രയുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സഭയിൽ പ്രീതികരമായി സമർപ്പിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾ നമ്മുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും പ്രത്യേകിച്ച് ആരും പ്രാർത്ഥിക്കാനില്ലാതെ
ശിഥിരസത്തിൽ വേദന സഹിക്കുന്ന ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവ്വം കാത്തു നിൽക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും ഈ ഇടവയ്ക്കും ഈ ദേശത്തിനു വേണ്ടിയും ലോകമ്പാടുള്ള സകല ജനപദങ്ങളും ദൈവത്തിന്റെ കരുണയും കൃപയും സ്വീകരിച്ച് നിത്യരക്ഷയിലേക്ക് ലക്ഷ്യമാക്കി ജീവിതം ക്രമീകരിക്കപ്പെടുന്നതിന് വേണ്ടിയും ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു അവരോരോരുത്തർക്കും വേണ്ടിയും ലോകം മുഴുവന്റെ മേൽ ദൈവത്തിന്റെ കരുണ വർഷിക്കാൻ വേണ്ടി അനുദിനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സകല മക്കൾക്കും അവരുടെ നിയോഗങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാജന്റെയും മാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവനും സമൃദ്ധമായ കൃപയാൽ സംജാതമാകണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രവർത്തനായ ഈശ്വരൻ അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ ആർത്താവ് ദൈവമായ മിശിയാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ത്രീയന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരന്മാർ, മിത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവഞ്ജന മലയാളത്താൽ മുതലും പരിശുദ്ധ കത്തോലിക്ക സമ്പ്രസന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേനും ക്ലേശിതരുമായ ദാസനും അങ്ങ് നൽകിയ മാതൃക പ്രാകൃതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസനയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാരക്ഷരമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും പരിശുദ്ധവും ജീവിതായും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കരങ്ങൾ കൂപ്പി ഈശോയുടെ പരിശുദ്ധാത്മാവുണ്ട് എന്നെ, എന്റെ കുടുംബത്തെ, ലോകം മുഴുവനെയും നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നിന്റെ ദാസരെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആസ്വദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള മകനെയും വിസ്മയാവും രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തനും രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകമായ അങ്ങയുടെ നാമത്തിൽ സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വർഗവാസിയുടെ സമാധാനവും ഉപവാസിയുടെ പ്രത്യാശയുമായി മിശിഹായി ലോകത്തിലെ നാനാഭാഗങ്ങളിലും വിശിഷ്യ പരിശുദ്ധ കത്തോലിക്ക സഭയിലും നിന്റെ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയും രാഷ്ട്രങ്ങളെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായി പിരിച്ചു നിൽക്കുന്ന ജനങ്ങളെ ചിതറിക്കണമേ. വിനയത്തിനും ദൈവഭയത്തിലും സമാധാനവും ശാന്തവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. എന്റെ അപരാധങ്ങൾ നിശേഷം കഴുകിക്കളയണമേ. പാപങ്ങളിൽ നിന്നെ ശുദ്ധീകരിക്കണമേ. അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി. അങ്ങയുടെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. പാപത്തോടെയാണ് ഞാൻ പിറന്നത്. ഉത്ഭവം മുതലേ ഞാൻ പാപിയാകുന്നു. സ്വഭാവനെ നൽകുക, അപ്പോൾ ഞാൻ നിർമ്മലനാകും. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു.
എങ്കിലും സ്വർഗവും പരിശുദ്ധവും ജീവിതായ ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെയും അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ നമുക്കെല്ലാവർക്കും പ്രത്യേകം സമീപിക്കാം. നടത്താത്തുള്ള സന്നദ്ധത്തോടെ അപരാധം നിമിത്തങ്ങളുകൊണ്ടും പാവങ്ങളെ സംസാരിച്ചുകൊണ്ടും സഹോദരത്തെ ക്ഷമിച്ചുകൊണ്ടും നമ്മുടെ സ്ഥാനത്തിലെ നാഥനാഥത്തോട് കൃപയും പാപത്തിനെ യാചിക്കുകയും ചെയ്യാം. ക്ഷമിക്കണമേ. പിന്നെ തടങ്കലാക്കപ്പെടുന്ന നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും ദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ ഏർപ്പെടുകയും ചെയ്യാം. ക്ഷമിക്കണമേ. യോജിപ്പോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരത്തിലും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാവട്ടെ. നിത്യജീവനം കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും നീ കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതമായ സ്വർഗരാജ്യത്തിൽ സകലരോടൊന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ ആദരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ നിന്റെ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ പദങ്ങളെ ഞങ്ങൾ പുതിയ വീടുകളാക്കുകയും ജ്വലിക്കുന്ന ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത് ഉദ്ദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ മനോവിശ്വാസത്തെ ആവർത്തിക്കുവാൻ ഞങ്ങളെയും യോഗ്യരാക്കണമേ. പറ്റുന്ന മക്കളെല്ലാം കരങ്ങൾ ഉയർത്തി സ്വർഗപിതാവിനെ വിളിച്ച് ലോകം മുഴുവനെയും ഓർത്ത് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും എന്നേക്കും അങ്ങയുടേതാകുന്നു. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കാണ് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപി രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തോടാകുന്നു.
എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരനെ, സുപ്രാർത്ഥന വിശ്വാസത്തോടെ ദൈവത്തിന്റെ സ്ഥലം സേവിക്കുവാനും അവിടുത്തെ രക്തപാനം ചെയ്യുവാനും ക്രിസ്തുവിനെ ക്ഷണിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായി മിശിഹായെ, നിന്റെ ശരീരം ദൃശ്യമായി സ്വീകരിച്ച ഞങ്ങളിൽ നിന്റെ ശക്തി ആന്തരികമായി വസിക്കട്ടെ. ഞങ്ങൾ ആനന്ദത്തോടെ നിന്നെ എതിരേൽക്കുകയും നിന്റെ അപേക്ഷ നിറവേറ്റുന്ന നീതിമാന്മാരൊരുമിച്ച് നിനക്ക് സ്തോത്രം ആലപിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. നിന്റെ സ്നേഹോദയം ചെയ്തു നിന്റെ
കർത്താവായ ദൈവമേ, അങ്ങയുടെ മകനീയ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക എല്ലാ നാളുകളും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവിതായവും ദൈവികവുമായ ഈ വചനയുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാഹമാരുടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ, അങ്ങേക്ക് സ്തുതിരെയും കൃതരെയും കീർത്തനങ്ങൾ ഇടപെടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം അങ്ങ് യോഗ്യരാക്കി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും സകലത്തെയും പാത്രീകരിക്കുന്നതിനും വരുമായ ശരീരങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവ് ദൈവം രാജാവ് രക്ഷാതാവുമായ മിശിഹ കൃപാപൂർവ്വം നമ്മെ യോഗ്യരാക്കി. വിചാരങ്ങളും വചനങ്ങളും പ്രവർത്തനത്തിനെ പ്രസാദിപ്പിക്കുവാൻ അവിടെ നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ സ്വീകരിക്കുന്നതുമായി അച്ചാരം നിന്റെ കാരുണ്യാഗ്രഹത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ പ്രത്യാശയ്ക്കും നിന്റെ സനൽ പ്രീതിരമായി സംബന്ധിച്ച് എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സഹനത്തിന്റെയും നാഥായ എന്നേക്കും. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവ സകലേശൻ വിരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ രക്തം പാനം ചെയ്യും. മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാം. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസം ഉയർപ്പിക്കും. നിത്യായുസ്സവനെയും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലിൻ നീ ബലിയിൽ പങ്കാളികളാമകിലർക്കും ദൈവം കനിവ അരുളട്ടെ. നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെന്നും ജീവൻ നൽകും ദൈവികമോ ശുദ്ധിയേഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാഹിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം
സംരക്ഷിതരായി തീരട്ടെ, മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സകല ജനപദങ്ങളെയും ദൈവത്തിന്റെ കരുണയുടെ മുമ്പിൽ സമർപ്പിച്ച് പരിശുദ്ധ അമ്മയോടും സകല വിശുദ്ധരോടും ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിലൂടെ വന്ന് നിന്റെ സഹായം നേടി നിന്റെ മനുഷ്യായി ഒരുവിനെയും കഴിഞ്ഞ് അപേക്ഷിതായ ലോകത്തിലെല്ലാവരും നീ ഓർക്കണമേ. കന്നഡ രാജ്ഞിയായ ദയുള്ള മാതാവേ, വിശ്വാസൈര്യപ്പെട്ട അങ്ങത്ര പാത് കാണിയുന്നു നെടർപിടർ ചിന്തി ഭാവിയായ ഞാൻ നിന്റെ ആധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ നിൽക്കുന്ന അവർ ചരിത്ര മാതാവേ, എന്റെ അപേക്ഷ അപേക്ഷിക്കാതെ ദ്യാവനം കേട്ടു